ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവൻ വന്നിട്ട് ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ആ ലോകത്തിൻ്റെ ചിന്താ രീതിയിൽ നിന്ന് നമുക്ക് മാറണം. There must be a total divorce with the world. There must be a non-conformation with the world. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. റോമർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അത് പറയുന്നുണ്ട്, do not be conformed with the world. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ വചനം ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 38-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ബട്ട് ന്യൂ വൈൻ മസ്റ്റ് ബി പുട്ട് ഇൻടു ന്യൂ വൈൻ സ്കിൻസ് ആൻഡ് ബോത്ത് ആർ പ്രിസർവ്ഡ്. ആ ബോത്ത് ആർ പ്രിസർവ്ഡ് എന്ന് വായിക്കാവോ? 38-ാമത്തെ വചനം. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും അത് മതി. അപ്പോൾ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. അടുത്ത വചനങ്ങൾ അവിടെ ഇല്ല. സോ ദാറ്റ് ബോത്ത് വിൽ ബി പ്രിസർവ്ഡ്. അവിടെ അങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടാകുമ്പോൾ ദർ ഇസ് പീസ്. അവിടെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. അവിടെ ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കും. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ മധ്യേ വസിക്കുകയും ആ മഹത്വം ദർശിക്കുകയും ചെയ്തു. The word became flesh and dwelt amongst us and we beheld the glory of the word. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം നമ്മളും മറ്റുള്ളവരും ദർശിക്കണമെന്നുണ്ടെങ്കിൽ there must be a preservation of the word. There must be a preservation of the word. അത് പുതിയ തോലുറയിൽ പുതിയ വീഞ്ഞ് ശേഖരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. പഴയ തോലുറയിൽ പുതിയ വീഞ്ഞ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തോലുറ പൊട്ടി നശിക്കും. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. വി ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. വായിച്ചിട്ട്, ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ പഴയ വസ്ത്രം കടന്നുപോയി, പഴയ തോലുറ കടന്നുപോയി, പുതിയ വസ്ത്രം വന്നിരിക്കുകയാണ്, പുതിയ തോലുറ വന്നിരിക്കുകയാണ്. ആരിൽ? യേശു ക്രിസ്തുവില്ല. എഫെസ്യൻസ് 4-ാമത്തെ അധ്യായം 22 മുതൽ 24 വരെ ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വസ്ത്രം എടുത്ത് കളയണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഷർട്ടും സാരിയും എടുത്ത് കളയുകയല്ല, നമ്മുടെ പഴയ മനുഷ്യനെ എടുത്ത് ദൂരെ കളയണം. സ്വന്തം കൂടെ വായിച്ചത്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഹല്ലേലൂയ. ഇതാണ് പുതിയ തോലുറ എന്ന് പറയുന്നത്. This is a new wine skin which can be the recipient or the container containing the glory of God. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ ദർശിക്കും. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അങ്ങനെ നമുക്കറിയാം വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫലം നമ്മൾ കൊയ്യും, അല്ലേ? വി വിൽ റീപ് ദ ഹാർവസ്റ്റ്. സോ ദർ ഇസ് എ സീഡ് ടൈം ആൻഡ് ദർ ഇസ് എ ഹാർവസ്റ്റ് ടൈം. അങ്ങനെ നമ്മൾ ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വചനമാകുന്ന വിത്ത് വളരെയധികം ഫലം പുറപ്പെടുവിക്കും. 100 മേനി, 60 മേനി, 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കും. സോ ദർ വിൽ ബി എ ഹാർവസ്റ്റ് ഇൻ അവർ ലൈഫ്. ദർ വിൽ ബി എ ബ്ലെസ്സിങ്സ് വിൽ ബി മാനിഫെസ്റ്റിംഗ് ഇറ്റ് സെൽഫ് ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ കേൾക്കണം. കാരണം അത് വിശ്വാസമില്ലാതെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഫലമൊന്നും പുറപ്പെടുവിക്കുക ഇല്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഹെബ്രായർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ശ്രവിക്കേണ്ടത്? വിശ്വാസത്താൽ ശ്രവിക്കണം. ഒന്ന് വായിക്കാമോ? 4:1-2 വായിച്ചു. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക്
നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അത് വിശ്വാസം വഴി വേണം നമ്മൾ സ്വീകരിക്കുവാനായിട്ട്. ഇറ്റ് മസ്റ്റ് ബി മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് പ്രോഫിറ്റ് ദം, ദേ ഹേർഡ് ദ സെയിം വേർഡ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് പ്രോഫിറ്റ് ദം ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്. വചനം നമ്മൾ വിശ്വാസം വഴി വേണം അത് സ്വീകരിക്കുവാൻ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം പുറപ്പെടുവിക്കും. കാരണം പ്രിയപ്പെട്ടവരെ, ഈ ഫലവും എല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലാണ്. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് ഹെബ്രായർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്. യു അപ്ഹോൾഡ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് യുവർ പവർ. ബൈ ദ വേർഡ് ഓഫ് യുവർ പവർ എന്ന് വായിച്ചിട്ട്, അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. The whole of creation is upheld by the word of his power. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ആ ഒരു പെർഫെക്റ്റ് ഹാർമണിയിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് 1 തെസ്സലോനിയൻസ് 5-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ജീസസ് ക്രൈസ്റ്റ് ഹൂ ക്യാൻ പ്രിസർവ് യു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ, അല്ല ഒരു പുതിയ തോലുറയാകുമ്പോൾ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പഴയ മനുഷ്യനെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പ്രത്യാശ ആരിലാണ്? യേശു ക്രിസ്തുവിൽ മാത്രമാണ്. പക്ഷേ ഇത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചില കാരണങ്ങളുണ്ട്. അവിടെ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 39-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്? ആൻഡ് നോ വൺ ഹാവിംഗ് ഡ്രങ്ക് ഓൾഡ് വൈൻ ഇമ്മീഡിയറ്റ്ലി ഡിസയേഴ്സ് ന്യൂ, ഫോർ ഹി സേസ് ദ ഓൾഡ് ഇസ് ബെറ്റർ. ദ ഓൾഡ് ഇസ് ബെറ്റർ. വായിച്ചേ. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല, പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. ഹല്ലേലൂയ. കാരണം ഇന്നലെ പങ്കുവെച്ചു, പക്ഷേ ജസ്റ്റ് ഫോർ റെക്കോർഡ് ഒന്ന് മനസ്സിലാക്കാനായിട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അന്നിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ 2 സ്ത്രീകളുണ്ടായിരുന്നു, പ്രായമുള്ളവർ. ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ വിശ്വസിക്കുന്നത് ആ സ്ത്രീയുടെ പൂർവന്മാർ കുരങ്ങാണെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അതേസമയത്ത് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളുടെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ സൺ ഓഫ് ആഡം, അത് കഴിഞ്ഞ് പറയുന്നതാണ് സൺ ഓഫ് ഗോഡ്. സൺ ഓഫ് ആഡം കഴിഞ്ഞിട്ട് പറയുന്നത് സൺ ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ നമ്മളുടെ പിതാവ് ദൈവം തന്നെയാണ്. അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ മറ്റേ സ്ത്രീ പറയുകയാണ്, നമ്മൾക്ക് ഇതിലേക്കൊക്കെ എന്തിനാണ് കിടക്കുന്നത്? നമ്മളെ പണ്ട് പഠിപ്പിച്ചതും നമ്മൾ പണ്ട് വിശ്വസിച്ചതും ഒക്കെ മതിയല്ലോ എന്ന്. അതാണ്, പഴയ വീഞ്ഞ് കുടിച്ച ഒരു വ്യക്തിക്ക് പുതിയത് കേൾക്കുവാൻ താല്പര്യമില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ താല്പര്യമില്ല. ദൈവത്തിന് പഠിപ്പിച്ച്, കാരണം ചിലപ്പോൾ നമ്മൾ നേരത്തെ നമ്മളെ പഠിപ്പിച്ചതോ നമ്മൾ മനസ്സിലാക്കിയതോ നമ്മൾ വിശ്വസിച്ച പല കാര്യങ്ങളും തെറ്റായിരിക്കാം. യു മസ്റ്റ് ഹാവ് എൻ ഓപ്പൺ മൈൻഡ്, ബി ഓപ്പൺ ടു ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ നമ്മൾ പറയുകയാണ്, എന്നെ പഠിപ്പിച്ചതാണ് ശരി, ഞാൻ വിശ്വസിച്ചാണ് ശരി, ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ് ശരി, അതിൽ അപ്പുറം ഞാൻ കേൾക്കാൻ തയ്യാർ അല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ 39-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ബട്ട് എ പേഴ്സൺ ഹു ഹാസ് ഡ്രങ്ക് ഓൾഡ് വൈൻ വിൽ ഓൾവേസ് സേ ഐ വാണ്ട് ഓൺലി ഓൾഡ് വൈൻ. ഇവിടെ നമ്മൾ ആ മാറ്റത്തിന് തയ്യാറായിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മളെ പഠിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, എവ്രി വൺ ഷാൽ ബി ടോട്ട് ബൈ ഗോഡ്. എല്ലാവരും ദൈവാത്മാവിനാൽ പഠിപ്പിക്കപ്പെടും. ഒന്ന് വിചാരിച്ചേ, പഠിപ്പിക്കാൻ പോവുകയാണ്, പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറല്ല, ഞാനതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ?
പറ്റുകയില്ല. സോ വി ഹാവ് ടു ബി ഓപ്പൺ ടു ദ സ്പിരിറ്റ് സോ ദാറ്റ് ദ സ്പിരിറ്റ് ക്യാൻ റിവീൽ ഗോഡ്സ് ട്രൂത്ത് ടു അസ്. കാരണം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടല്ലോ, സത്യം നീ അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രരാകും. പക്ഷേ ആ സത്യം കേൾക്കുവാൻ എനിക്ക് മനസ്സില്ല, ആ നിങ്ങൾ പറയുന്നത് സത്യമല്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടും? കിട്ടുമോ? കിട്ടുകയില്ല. കാരണം നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ തന്നെ നമ്മൾ നിഷേധിക്കുകയാണ്. സ്വാതന്ത്ര്യം വേണ്ട, ഞാൻ അന്ധകാരത്തിലാണ് എനിക്ക് ഇഷ്ടം, പഴയ വീഞ്ഞാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വരുവാൻ പറ്റും? അപ്പം ദി അട്രാക്ഷൻ ഓഫ് ദി ഓൾഡ് ഈസ് സോ പവർഫുൾ. പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളും പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലുള്ളത് തെറ്റാണെന്ന് പറയുകയില്ല. പക്ഷേ എന്നെ പഠിപ്പിച്ചതും ഞാൻ വിശ്വസിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഇങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ പഴയത് തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത്, പുതിയതിലേക്ക് എനിക്ക് കേൾക്കുവാനോ അത് സ്വീകരിക്കുവാനോ എനിക്ക് തയ്യാറല്ല എന്ന് പറയുകയാണ്. Are you with me? അവർക്ക് ആ പഴയ ഉടുപ്പ് മാത്രം മതി. പിന്നെ ചില കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമായിരിക്കും. പാച്ച് വർക്ക്, അവിടെ ചില ഏരിയയിൽ അവർക്ക് കുറവ് തോന്നുമായിരിക്കും, അവിടെ ഒരു പാച്ച് വർക്ക്. എവിടെയായിരിക്കും പാച്ച് വർക്ക്? ചിലപ്പോൾ അവർ പെട്ടെന്ന് കേട്ട് കാണും, അവൻ്റെ അടിപ്പിറന്നാൽ നിനക്ക് സൗഖ്യമുണ്ട്. യെസ്, എൻ്റെ ആ രോഗത്തിലൊരു പാച്ച് വർക്ക്. അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ചില ഒരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫിലിപ്പീൻസ് 4:19 ഒരു വചനമുണ്ടല്ലോ, മൈ ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ നീഡ്. പാച്ച് വർക്ക്. ഇപ്പോൾ ഇവിടെ ഈ പാച്ച് വർക്ക് നടക്കുകയില്ല. യു ഹാവ് ടു ബി ഐദർ ഇൻ ദ ഓൾഡ് ഓർ യു ആർ ഇൻ ദ ന്യൂ. ഒന്നെങ്കിൽ നീ ഒരു പഴയ തോൽ ഉറയാണ്, അല്ലെങ്കിൽ നീ ഒരു പുതിയ തോൽ ഉറയാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നീ ഒരു പഴയ വസ്ത്രമാണ്, അല്ലെങ്കിൽ പുതിയ വസ്ത്രമാണ്. ഇതിൽ കോംപ്രമൈസ് ഇല്ല. ദർ ഇസ് നോ കോംപ്രമൈസ്. Are you with me? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ കോംപ്രമൈസ്. യു ആർ ഐദർ ഇൻ ദ ഓൾഡ് ഓർ യു ആർ ഇൻ ദ ന്യൂ. ഒന്നെങ്കിൽ നിന്റെ പഴയ മനുഷ്യനാണ്. രണ്ട് മനുഷ്യൻ ഒരേ ഇത് കാണുമോ? പഴയ മനുഷ്യൻ മരിച്ചാൽ മാത്രമേ പുതിയ മനുഷ്യന് ഒന്ന് പൊങ്ങി ഇറങ്ങി വരാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. Are you with me? Are you with me? If God wants to give you a new life, if you have to be born again, you have to allow your old man to die. അവനെ ഇപ്പോഴും വെന്റിലേറ്റർ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, വെന്റിലേറ്ററിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെയാ പുതിയ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കും? ഹലോ, ആർ യു വിത്ത് മീ? യു ഹാവ് ടു ഡു വൺ തിങ്. മിക്ക ഹോസ്പിറ്റലിലും കുറെ കഴിയുമ്പോൾ വെന്റിലേറ്റർ വലിച്ചു മാറ്റും. They pull the ventilator out and he dies. ഇന്ന് അങ്ങനെ ഒരു മരണം സംഭവിക്കണം. You have to get out of the ventilator of the old covenant. അതൊരു ജീവിതമല്ല. It is an artificial life. Are you with me? വെന്റിലേറ്ററിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റൽ മുറിയിൽ, he is not alive. He cannot enjoy the fullness of life. He cannot enjoy John 10:10 പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവനും അത് സമൃദ്ധമായ ഒരു ജീവൻ തരുവാൻ വേണ്ടിയാണെന്ന്. വെന്റിലേറ്ററിലുള്ളവന് ഒന്നും പറ്റിയല്ല, പക്ഷേ ടെക്നിക്കലി he is alive. ഇന്ന് വെന്റിലേറ്റർ ആകുന്ന ആ നിയമത്തെ വലിച്ചെടുക്കണം, ആചാരത്തെ വലിച്ചെടുക്കണം, ആ അനുഷ്ഠാനം പാരമ്പര്യം ആകുന്ന ആ വെന്റിലേറ്റേഴ്സ് ഒക്കെ വലിച്ചു കഴിയുമ്പോൾ നിന്റെ പഴയ മനുഷ്യൻ തന്നെ മരിച്ചോളും. പിന്നെ നിന്നെ പൂർണ്ണമായിട്ട് യേശുവിനൊന്ന് വിട്ടുകൊടുത്താൽ മതി. ആ പുതിയ സൃഷ്ടിയായിട്ട് നീ വരികയും ആ പുതിയ വസ്ത്രമിട്ട്, പാച്ച് വർക്ക് ഇല്ലാത്ത വസ്ത്രമിട്ട് നീ വരികയും ആ പുതിയ തോലുറയായിട്ട് നീ ജീവിക്കും. അവിടെ ദൈവത്തിൻ്റെ പുതിയ വീഞ്ഞ് നിന്നെ നിറയുകയും it will be preserved and it will be fruitful for the glory of the kingdom of God. So it's time we died to that old man. ഒരു പുതിയ സൃഷ്ടിയാകേണ്ട സമയമായി പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ നമുക്ക് കാരണം എനിക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഈ പഴയ ജീവിതമെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി. I consider it as rubbish. And he died to that. അപ്പോഴാണ് അവൻ കിട്ടിയതെന്താണ്? The new life. അതിലെന്താണ്? The excellence of the knowledge of Jesus Christ. The power of the resurrected Lord. ഉയർപ്പിൻ്റെ ആ ശക്തി അവൻ അനുഭവിക്കാൻ പറ്റി. അത് പഴയ അവസ്ഥയിൽ ഇത് കിട്ടുകയല്ല പ്രിയപ്പെട്ടവരെ. It is not possible. So we have to die to ourselves. ഹല്ലേലൂയ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് അവൻ്റെ മുൻപ് പോകുവാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണം. അവൻ്റെ മുമ്പിൽ പോകാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടി? എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, അത് നിയമമാണ്. ആ നിയമം മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഇനി പോകാൻ പറ്റുന്നത്
എഫിഷ്യൻസ് 2-ാമത്തെ വചനം പറയുന്നുണ്ട്, ബൈ വൺ സ്പിരിറ്റ് വി ബോത്ത് ഹാവ് ആക്സസ് ടു ദ ഫാദർ. അങ്ങനെ ഒരാത്മാവിനാൽ നമ്മൾക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതുതന്നെയാണ് ഹെബ്രായർക്ക് ലേഖനം 4-ാം 16 പറയുന്നുണ്ട്, വി ഹാവ് ദ ബോൾഡ്നെസ് ടു കം ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ്. ആ ഒരു ആത്മധൈര്യം നമുക്ക് കിട്ടുകയാണ്. കാരണം എന്താണ്? നമുക്കറിയാം, നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്ത ഒരു യേശു ക്രിസ്തു ഉണ്ട്. ഹെബ്രായർക്ക് ലേഖനം 7-ാം 25 വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒന്ന് വായിക്കാം. It says that he is able to save to the uttermost those who come to God through him, for he always lives to make intercession for them. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. This is the new wine that you have. Are you with me? This is the new wine that you have in the new wine skin. Where എന്നെ രക്ഷിക്കുന്നവൻ യേശു ക്രിസ്തുവാണ്. എങ്ങനെ രക്ഷ? ചില്ലറ രക്ഷയല്ല, പൂർണ്ണമായിട്ട്. To the uttermost he can save me. That is a new wine that I am able to hold in my new wine skin. Are you with me? അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ പുതിയ വീഞ്ഞ് എൻ്റെ തോലുറയായിരിക്കണം ഞാൻ. So I will be able to experience the power of God. പിന്നെ ദൈവത്തിൻ്റെ വചനം 1 തിമോത്തി 2-5 നമുക്കറിയാം, there is only one intercessor between man and God, the man Jesus Christ. ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അവൻ്റെ പേര് യേശു ക്രിസ്തുവാണ്. അങ്ങനെ നമ്മൾ ആ പുതിയ ആ ഒരു അറിവിലേക്ക് നമ്മൾക്ക് പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടുള്ള ബന്ധം, ദ റിലേഷൻഷിപ്പ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. പിന്നെ നമുക്കറിയാം വേറൊരു പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്ന ആ പുതിയ വീഞ്ഞിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ നീതിക്ക് ഒരു സ്ഥാനവുമില്ല. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, മൈ റൈറ്റ്യസ്നെസ് ഇസ് ലൈക്ക് ഫിൽത്തി റാഗ്സ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് 2 കൊരിന്ത്യർ 5-ാം പറയുന്നുണ്ട്, എങ്ങനെയാണ് എനിക്ക് അവൻ്റെ നീതി കിട്ടിയത്? പാപമില്ലാത്തവനെ, പാപം അറിയാത്തവനെ പാപമാക്കി. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ നീതി, ആ വസ്ത്രം, ആ പുതിയ വസ്ത്രം എനിക്ക് കിട്ടി. Are you with me? ആ പുതിയ വസ്ത്രം എനിക്ക് കിട്ടി. പിന്നെ ഫിലിപ്പിയർക്ക് 3-ാമത്തെ വചനം പറയുന്നുണ്ട്, പിന്നെ എൻ്റെ നീതിയല്ല ഞാൻ തേടുന്നത്, ഇനി മുതൽ അവൻ്റെ നീതി മാത്രമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പക്ഷേ പിന്നെ പഴയ വസ്ത്രത്തിന്റെ നീതിയല്ല ഇനി എനിക്കുള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. ക്രിസ്തുവിന്റെ പുതിയ വസ്ത്രത്തിന്റെ നീതിയാണ് ഇനി മുതൽ എനിക്കുള്ളത്. പാച്ച് വർക്ക് ഇല്ല. Say there is no patchwork. Hallelujah, praise God. പിന്നെ അങ്ങനെ കഴിയുമ്പോൾ എനിക്ക് അറിവ് കിട്ടുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം 23 പറയുന്ന പോലെ, Now I will worship the Father in spirit and in truth. ഒന്ന് വായിച്ചേ. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ പുതിയ വീഞ്ഞ് കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ അറിവ്, there is an explosion of the revelation of God in my life. Are you with me? ദൈവത്തെ കുറിച്ചുള്ള അറിവിൻ്റെ ഒരു എന്നാ പറയുന്ന ആ ജ്ഞാനത്തെ, there is a explosion. I don't know what is the word for explosion. സ്ഫോടനം. Hallelujah. Yes, there is a സ്ഫോടനം. Hallelujah. ടെററിസ്റ്റ് സ്ഫോടനം ഒന്നുമല്ല, but it is the explosion of joy. കാരണം ഇവിടെ ഓരോ വചനവും എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഓരോ വചനവും ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് തന്നിരിക്കുന്നതാണ്, ദാനമായിട്ട് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ അറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് there is no need for worry. കാരണം യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ടല്ലോ, 14-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, Let not your hearts be troubled. Believe in God. Believe also in me. വായിച്ചേ യോഹന്നാൻ. ആരെങ്കിലും ഇവിടെ വിഷമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ പറയുകയാണ്, just believe in his word. കാരണം ഇത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതാണ്. ആ സ്നേഹത്തിൻ്റെ it is just the manifestation of the love of God. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഓരോ വാഗ്ദാനവും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സ്നേഹം എങ്ങനെയാണ് നമുക്ക് സ്വന്തമാക്കേണ്ടത്? this is a love letter from God telling I love you. Hallelujah എന്ന് വായിച്ചേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ അറിവ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാം എൻ്റെ രക്ഷ ഈസ് ക്രൈസ്റ്റ് സെന്റേർഡ്.
എൻ്റെ രക്ഷ ക്രിസ്തുവിലാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. അല്ലേ, ഞാൻ എന്നെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത് ഇസ് ഓൾസോ എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്. ദാറ്റ് വിൽ ബി പ്രിസർവ്ഡ് ഇൻ ദ ന്യൂ മാൻ. ആ പുതിയ വീഞ്ഞ്, ആ പുതിയ അണ്ടർസ്റ്റാൻഡിങ്, പുതിയ റെവലേഷൻ ഓഫ് ഗോഡ് cannot be stored in the old wine skin. കാരണം അവിടെയൊക്കെ ഓട്ടയൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം ഒരു ഫുൾനെസ് തോന്നുമായിരിക്കും, പിന്നെയൊക്കെ ലീക്ക് ചെയ്ത് കാരണം ഇത് പൊട്ടുകയാണ്. പുതിയത് വീഞ്ഞ് വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടി ആ വീഞ്ഞ് കംപ്ലീറ്റ് പോവുകയാണ്. യു വിൽ ബി ഡ്രെയിൻഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പക്ഷേ ഇവിടെ പുതിയ ഓൾത്തറയാണെങ്കിൽ ഇറ്റ് ഇസ് പ്രിസർവ്ഡ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഫ്രൂട്ട്ഫുൾ. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം, നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു ജനമാകും. കാരണം ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു ഉള്ളതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ്? ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു. അവസാനമായിട്ട് അങ്ങനെ ആ പുതിയ വീഞ്ഞ് ഉൾക്കൊള്ളുന്ന ആ പുതിയ തോലുറകൾ എങ്ങനെയാണ് അവരുടെ ജീവിതം നയിക്കുന്നത്? സങ്കീർത്തനം 119 105 വചനം പറയുന്ന പോലെ, നിന്റെ വചനം എൻ്റെ പാദത്തിനൊരു വിളക്കും പാതയ്ക്കൊരു വെളിച്ചവുമായിരിക്കും. കാരണം അങ്ങനെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുഴുവൻ നയിക്കുന്നത് ഈസ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. യു വിൽ ബി എ വേർഡ് ലെഡ് മാൻ. ആ വചനമായിരിക്കും നമ്മളുടെ ജീവിതം നയിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കളായിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദാറ്റ് ഈസ് എ ഫുൾനെസ്. ദാറ്റ് ഈസ് വേ യു ആർ ഏബിൾ ടു എൻജോയ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. കാരണം യോഹന്നാൻ 17:3 പറയുന്നത്, നിത്യജീവൻ എന്നത് ഏകസത്യ ദൈവത്തെയും അവൻ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. You come into a relationship, a personal, loving relationship, where you can call out, Abba, my Father. You can call out Yeshua with freedom. And you can have a relationship with the Holy Spirit, who is your helper, നമ്മുടെ സഹായകനാണ്. അങ്ങനെ ദൈവവുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കും. ആ ബന്ധം പ്രിയപ്പെട്ടവരെ, ആ പുതിയ ഉറയിൽ നമുക്ക് അത് ഉൾക്കൊള്ളുവാൻ പറ്റുകയുള്ളൂ. ആ ബന്ധം ആ പുതിയ വസ്ത്രത്തിലേ ഉൾക്കൊള്ളുവാൻ പറ്റുകയുള്ളൂ. അല്ലാതെ പഴയ വസ്ത്രത്തിൽ ഈ പാച്ച് വർക്കായിട്ട് പുതിയത് ചില്ലറ അവിടെ ഇവിടെ പറ്റുകയില്ല. പഴയ ഉറ തുളഞ്ഞു പോകും. യേശു ക്രിസ്തുവിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ, വചനം ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ, വചനം വഴി ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കണമെന്നുണ്ടെങ്കിൽ ആ പഴയ വസ്ത്രം കളയണം. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ പഴയ വസ്ത്രമൊക്കെ ആവുന്ന പണ്ടത്തെ കുക്കിംഗ് മെത്തേഡിൽ നമ്മൾ കൈക്കല തുണി എന്ന് പറയല്ലേ, കൈക്കല തുണി അല്ലേ, കീറി നമ്മൾ ചട്ടി പിടിക്കാനൊക്കെ ഉപയോഗിക്കും. ത്രോ ഇറ്റ് ഔട്ട്, റബിഷ്. അതെടുത്ത് ആരും ഗോഡ്രേജിലൊന്നും നമ്മുടെ അലമാരിയൊന്നും വെക്കുകയല്ലോ. കൈക്കല തുണി എവിടെ വയ്ക്കുന്നത്? നിലത്ത് അവിടെ വലിച്ചെറിയും. ഡിസ്കാർഡ് ഇറ്റ്. അതുപോലെ തന്നെ പഴയ തോലുറ, ഡിസ്കാർഡ് ഇറ്റ് ആൻഡ് കം ഇൻ ടു ന്യൂനെസ് ഓഫ് ലൈഫ്, where Jesus Christ is the center of your life. Are you with me? Jesus Christ is the center of your life. And then you will find, നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്ത്യ ജീവിതം will be so beautiful. It will be full of the love and the joy and the peace and everything. The fruit of the Holy Spirit will be just അങ്ങനെ കായ്ച്ച്. ഹല്ലേലൂയ. You will be coming into an abundance. ഏതവസ്ഥയാണെങ്കിലും നമുക്ക് സന്തോഷിക്കുവാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, ഫിലിപ്പിയ 4:4 പറയുന്ന പോലെ, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. നമ്മുടെ താൽക്കാലികമായ അവസ്ഥകളൊന്നും നമ്മൾ നോക്കുന്നില്ല. അതിനേക്കാളൊക്കെ അപ്പുറം നമുക്കറിയാം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം എന്നെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ ഓരോ അവസ്ഥകളിലും ദൈവം എൻ്റെ ക്ഷേമത്തിൽ താല്പര്യമുള്ളൊരു ദൈവം ഉണ്ട്. ആ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. This is the hope. This is the hope that we have. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആ ഉയർപ്പ് തിരുനാളെല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ ശക്തിയായിട്ട് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾക്ക് വി മസ്റ്റ് ബിക്കം എ ന്യൂ പേഴ്സൺ. ഒരു പുതിയൊരു സൃഷ്ടിയായിരിക്കണം. അല്ലെങ്കിൽ കുറേ താറാവിറച്ചിയും കുറച്ച് ചെമ്മീൻ പൊള്ളിച്ചതും കരിമീനൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് വെയിറ്റൊക്കെ ഇട്ടെന്നല്ലാതെ ഈ ഉയർപ്പ് തിരുനാളുമായിട്ട് വേറെ ഒരു ആത്മീയ തരത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. നമ്മുടെ പഴയ മനുഷ്യൻ ആ കല്ലറയിൽ അവിടെ അടക്കണം. ഹി മസ്റ്റ് ബി ബെറീഡ് വൺസ് ആൻഡ് ഫോർ ഓൾ. ആൻഡ് യേശു ക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേറ്റു, അതുപോലെ തന്നെ ഒരു പുതിയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
അങ്ങനെയാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ യേശു ക്രിസ്തുവിനോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന് സാദൃശ്യമായ ഒരു ഉയർപ്പിലും എനിക്ക് പങ്കാളിത്തമുണ്ടാവും. സോ ഐ ബിക്കം എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയൊരു സൃഷ്ടിയാകുകയാണ് വിത്ത് പവർ ഓഫ് ഗോഡ്.